ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചേന വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചേന ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ചേനയാണ് എടുത്തിട്ടുള്ളത്. ഈ ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഇവിടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി നുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ചെറുതായിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 2 സവാള വേണം, 3-4 പച്ചമുളക് എടുക്കാം, കുറച്ച് വെളുത്തുള്ളിയും കൂടിയും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് തൊലി കളഞ്ഞിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മളിവിടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സവാളയും ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ കൈ വേദന കാരണമാണ് ഞാനത് മിക്സിയിലിട്ടത്. അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യുള്ള ബീഫാണ് ഇതിലേക്ക് നല്ലത്. ഇവിടെ ബീഫ് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇടാവുന്നതാണ്. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ചേർക്കണുള്ളൂ. ഇനി ഞാനിവിടെ ബീഫ് വേവിച്ച കുക്കർ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്കാണ് നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നത്. സവാള ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇവിടെ നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിനി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇത് ഒന്നും കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിത് ഒരുവിധം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്കിത് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്നും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്ന ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിയിൽ നമുക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേന അരിഞ്ഞത് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം. ചേന ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചേന കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ചേന നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ചേനയെല്ലാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇത് വെന്തിട്ടുമുണ്ട്, എന്നാൽ ഉടഞ്ഞു പോവാത്ത രീതിയിലാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമ്മളിവിടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ബീഫും ചേനയും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ബീഫ് ചേർത്തത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചെറുതായി ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ കറിക്ക്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചേന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.